Hi all. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബേസിക് ലിനക്സ് കമാൻഡ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡ്സ് നോക്കി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബാക്കിയുള്ള കമാൻഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കമാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഇനി പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ഈ കമാൻഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് ആ ഡയറക്ടറിയിൽ നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡറിൻ്റെ അകത്താണ് നിങ്ങൾ പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെ കുറിച്ചാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് ഏതൊക്കെ കമാൻഡ്സ് ആണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഈ കമാൻഡ്സ് പഠിച്ചു അല്ലേ? PWD പഠിച്ചു, ഫൈൻഡ് പഠിച്ചു. എന്താണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുവാണേ. PWD എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ നമ്മൾ കറണ്ടായിട്ട് ഏത് വർക്കിംഗ് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്യാനാണ് PWD. ദെൻ ഫൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് വർക്കിംഗ് ഡയറക്ടറിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറിക്കകത്ത് ആ ഫയൽ ഉണ്ടോ എന്നറിയാൻ ഫൈൻഡ്. ദെൻ ഹൂ എന്ന് പറയുമ്പോഴത്തേക്കും കറണ്ട് ലോഗ്ഡ് ഇൻ യൂസർ ആരാണ്. ഇപ്പം ഞാനൊരു ലോഗിൻ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ കോളേജിലാണ് ഇപ്പോൾ ലാബ് 1 സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ യൂസർ നെയിം ലാബ് 1 എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പം യൂസർ 1 എന്ന് കാണാൻ പറ്റും. ദെൻ ക്ലിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വിച്ച് ക്ലിയേഴ്സ് ദ സ്ക്രീൻ. ആ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് വാട്ട് ഈസ് കമാൻഡ് യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പെർട്ടിക്കുലർ കമാൻഡ്. ആ ഒരു കമാൻഡിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു 1 ലൈൻ ഡിസ്ക്രിപ്ഷനാണ് എന്ത് കാണിക്കുന്നത്, വാട്ട് ഈസ് കമാൻഡിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ മാൻ എന്ന് പറഞ്ഞ കമാൻഡ് എന്താണ് യൂസ് ചെയ്യുന്നത്? മാൻ എന്ന് പറഞ്ഞ കമാൻഡ് ആ ഒരു കമാൻഡിൻ്റെ മാനുവൽ പേജാണ്. ഇപ്പോൾ നമുക്ക് വാട്ട് ഈസ് കമാൻഡ് എന്ന് പറഞ്ഞൊരു സിംഗിൾ ലൈൻ ഡിസ്ക്രിപ്ഷനാണ് കാണുന്നത്. പക്ഷെ മാൻ കമാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് എന്തൊക്കെയുണ്ടെന്ന് ഹോൾ ഡിസ്ക്രിപ്ഷൻ കാണും. ഓക്കെ, സോ അതാണ് വാട്ട് ഈസ് കമാൻഡും മാൻ കമാൻഡും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നമ്മൾ പഠിച്ചു LS എന്താണെന്ന് പഠിച്ചു. എന്താണ് LS എന്ന് പറയുന്നത്? ഇപ്പം ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, അതിൻ്റെ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യാൻ വാട്ട് ഓൾ കണ്ടൻസ് ആർ അവൈലബിൾ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ടറി അറിയണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്യണം? LS. ഓക്കെ, അപ്പോൾ ഇത്രയും കമാൻഡ്സ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുമ്പം ഡയറക്ടറി. ഒരു ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ഇമ്പോർട്ടൻറ്റ് കമാൻഡാണ് ഡയറക്ടറി. ഒരു ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അപ്പോൾ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്താൽ മാത്രമല്ലേ ആ ഡയറക്ടറിയുടെ അകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമലി ഇപ്പം നിങ്ങൾ ടെർമിനലിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ നിന്നും ആ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഇന്ന ഡയറക്ടറിയിലെ ഫയലെല്ലാം ആക്സസ് ചെയ്യണം. പക്ഷെ പ്രൊവൈഡഡ് നിങ്ങൾക്ക് ആ പാത്ത് അറിയണം അല്ലേ? പിന്നെ ഡയറക്ടറിയിലെ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഡയറക്ടറിയിലോട്ട് കയറണം ഇല്ലേ? അപ്പോൾ ആ ഡയറക്ടറിയിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡ് പഠിക്കും. ഇനി ആ ഡയറക്ടറിയിലോട്ട് കയറിയാൽ മാത്രമേ ആ ഡയറക്ടറിക്കകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് പഠിക്കും. ദെൻ ഒരു ഫയലിനെ ഉള്ള കണ്ടൻറ്റ് വേറെ ഫയലിലോട്ട് കോപ്പി ചെയ്യാനായിട്ടുള്ള കമാൻഡ് പഠിക്കും. ദെൻ റീനെയിം ചെയ്യാനുള്ള കമാൻഡ് പഠിക്കും. പിന്നെ ഒരു ഡയറക്ടറി റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് പഠിക്കും. ഒരു ഫയൽ റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് പഠിക്കും. അതൊക്കെയാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ അങ്ങനെ ഞാൻ ടെർമിനലിൽ നിൽക്കുകയാണ്. ടെർമിനലിൽ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ ഞാനിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് അത് കാണിക്കാൻ എന്താണ് PWD അല്ലേ? PWD കൊടുക്കുമ്പോൾ ഞാൻ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നതെന്നുള്ള കാണിക്കും. ദാറ്റ് ഈസ് ഹോം എന്ന് പറഞ്ഞ ഡയറക്ടറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി ഈ ഹോമിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഫയൽസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുക്കണം? LS കൊടുക്കണം. ഓക്കെ, അപ്പോൾ LS കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി 2 ഫയൽസാണ് ഈ ഒരു ഹോം ഡയറക്ടറിക്കകത്ത്. 2 ഫയൽസ് ഉണ്ട്, main.bashും ദെൻ ഹായും. 2 ഫയൽസ് ഉണ്ട്, അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഹായും main.bashും. ഓക്കെ, ഇനി ഈ ഒരു ഫയലിൻ്റെ അകത്ത് ഈ ഒരു ഹോം ഡയറക്ടറിക്കകത്ത് ഹലോ എന്ന് പറയുന്ന ഒരു ഫയലുണ്ടോ എന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഹലോ എന്ന് കൊടുത്തു. ഫൈൻഡ് കഴിഞ്ഞിട്ട് സ്പേസ് ഹലോ എന്ന് കൊടുത്തു. അപ്പം എന്താ പറഞ്ഞത്? നോ സച്ച് ഫയൽ ഓൺ ഡയറക്ടറി. ഇങ്ങനൊരു ഫയൽ
ഡയറക്ടറി ഇതിൻ്റെ അകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ആണല്ലോ, ഇവിടെ വേറെ ഫയൽസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ മുന്നേ ഉള്ള ചെയ്തതെല്ലാം എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഏത് കമാൻഡ് യൂസ് ചെയ്യും? യെസ്, ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് ഈ ഹോം ഡയറക്ടറിക്കകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഹോം ഡയറക്ടറിക്കകത്ത് എന്ത് ചെയ്യണം? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. കമാൻഡ് എന്താണ്? mkdir, which creates a directory. And syntax നോക്കിയാൽ make mkdir then folder name നോക്കാം. അപ്പം mkdir ഫോൾഡർ നെയിം സപ്പോസ് ഞാൻ കൊടുക്കുന്നത്, ഫോൾഡർ നെയിം ഞാൻ കൊടുക്കുന്നത് S4 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഫോൾഡർ നെയിം എന്താണ് കൊടുത്തത്? S4. ഓക്കെ, ഞാൻ ഫോൾഡർ നെയിം S4 കൊടുത്തു. അപ്പം ഫോൾഡർ നെയിം S4 കൊടുത്തു. ഇനി ഈ ഹോം ഡയറക്ടറിക്കകത്ത് ഞാനൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഹോം ഡയറക്ടറിക്കകത്ത് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു S4. ആ ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാമോ? എങ്ങനെ നോക്കാം? എങ്ങനെ അറിയാൻ പറ്റും? ഈ ഒരു ഡയറക്ടറിക്ക്, ഹോം ഡയറക്ടറിക്കകത്ത് S4 എന്ന് പറയുന്ന ഡയറക്ടറി ഞാനത് ക്രിയേറ്റ് ചെയ്തോ ഇല്ലേന്ന് എങ്ങനെ അറിയാൻ പറ്റും? ലിസ്റ്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? ls. ലിസ്റ്റ് ചെയ്തപ്പോൾ എന്ത് വന്നു? ഈ പറഞ്ഞ ഹായ് ഉണ്ട്, main.bash ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടോ കൂടെ വന്നു. എന്താണ് ഫോൾഡർ? S4 എന്ന് പറഞ്ഞ ഫോൾഡർ. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് 2 ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഞാൻ 2 ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, 2 ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഫയൽ എന്ന് പറയുമ്പം സ്റ്റുഡൻറ്റും ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ടീച്ചറും. അപ്പോൾ S4ൻ്റെ അകത്ത് സ്റ്റുഡൻറ്റും ടീച്ചറും രണ്ട് ഫയൽസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമലി നിങ്ങളുടെ GUI ഇൻ്റർഫേസിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ ആ ഫോൾഡറിൽ കയറിയിട്ട് ആദ്യം ആ ഫോൾഡർ കയറിയിട്ട് ഫോൾഡറിൻ്റെ ഐക്കൺ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ കറൻ്റ്ലി എവിടെയാണ് നിൽക്കുന്നത്? ഹോമിലാണ് നിൽക്കുന്നത്. എനിക്ക് ഏത് ഡയറക്ടറിയിലോട്ട് കയറണം? കാരണം എനിക്ക് ഹോമിലാണോ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അല്ല, S4 എന്ന ഫോൾഡറിൽ കയറണം. അപ്പോൾ S4 എന്ന ഫോൾഡറിൽ കയറാനായിട്ടുള്ള കമാൻഡാണ് cd. cd മീൻസ് ചേഞ്ച് ടു ഡയറക്ടറി. ഇപ്പോൾ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി ഏതാണ്, അതിൽ നിന്നും ഏത് ഡയറക്ടറിയിലോട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് cd സ്പേസ് ഏത് ഡയറക്ടറിയിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്? S4. അപ്പോൾ S4 എന്ന് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കേ, ഇവിടെ $സൈനിന് മുന്നേ ഉള്ള ഈ പാത്ത് നോക്കിക്കേ. കറണ്ട് വർക്കിംഗ് ഡയറക്ടറി എവിടെയാണ്? S4. അപ്പോൾ കറൻ്റ്ലി നമ്മൾ ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നത്? S4ൻ്റെ അകത്താണ്. നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങളുടെ വിൻഡോസിൻ്റെ അകത്ത് നമുക്ക് ആ പാത്ത് കാണിക്കത്തില്ലേ? സി ഡ്രൈവിൻ്റെ അകത്ത് :/ഇന്ന ഫോൾഡർ, അതിൻ്റെ അകത്ത് ഉള്ള ഫയൽ, ആ ഒരു പാത്ത് പോലെയാണ് ഇതും കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പാത്ത് എനിക്ക് അറിയണം. PWD എന്ന് ജസ്റ്റ് ഞാൻ അടിച്ചു നോക്കാം. അപ്പോൾ എന്താണ് കാണുക? ഹോം ഡയറക്ടറിയിലാണോ നിൽക്കുന്നത്? അല്ല, ഹോം ഡയറക്ടറിയുടെ അകത്തുള്ള S4 എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇനി എനിക്ക് ആ ഫോൾഡറിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമോ? ലിസ്റ്റ് ചെയ്ത് നോക്കാം, ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എത്ര ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു? ഓക്കെ, അപ്പം ഞാൻ S4 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫയലും ഒരു ഫയലും ഇല്ല. നമ്മളതിന് ക്രിയേറ്റ് ചെയ്യില്ലല്ലോ, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് എന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാറ്റ്. ഇപ്പം എനിക്ക് 2 ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ S4ൻ്റെ അകത്ത് ഞാനൊരു 2 ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ആദ്യം ഞാൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു.
ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ഇങ്ങനെയാണ്. CAT പല വേർഷൻസ് ഉണ്ട്. ഞാൻ സിമ്പിൾ വേർഷനാണ് ഞാൻ ആദ്യം പറയുന്നത്. CAT ദെൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഫയലിൻ്റെ പേര് ഞാൻ എന്താണ് പറഞ്ഞത്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഫയലിൻ്റെ പേര്. ഓക്കെ, സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാനത് എൻ്റർ അടിക്കുക. അപ്പോൾ ഞാൻ cat ദെൻ സ്പേസ് ദെൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നോക്കി, കേഴ്സർ ഇസ് ബ്ലിങ്കിങ്. കേഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അലോ ദ യൂസർ ടു ആഡ് കണ്ടൻസ് ടു ദ ഫയൽ സ്റ്റുഡൻറ്റ്. അതായത് ഫയൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ അത് കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കേഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടൻസ് ആഡ് ചെയ്യാം. അപ്പോൾ കണ്ടൻസ് ഞാൻ നെയിം, ജസ്റ്റ് നെയിം, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് വിചാരിച്ചോളൂ. നെയിം ഉണ്ട്, ദെൻ റൂൾ നമ്പർ ഉണ്ട്, ദെൻ മാർക്സ്, റാങ്ക്. ഇത്ര മതി, ഇത്രയും കണ്ടൻറ്റ് മതി എനിക്ക്. ഫയൽസിൻ്റെ അത് ഞാൻ കുറച്ച് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് ഈ ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+D പ്രസ് ചെയ്യുക. Ctrl+D പ്രസ് ചെയ്യുമ്പോൾ ഫയൽ ഓൾറെഡി സേവ് ആയി. ഇനി എനിക്ക് ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് കാണണമെങ്കിലോ, ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ഞാൻ ഓൾറെഡി ഞാൻ കണ്ടു കഴിഞ്ഞു. എന്താണ്? നെയിം, റോൾ നമ്പർ, റാങ്ക്. അപ്പം ജസ്റ്റ് എനിക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതും ക്യാറ്റ് കമാൻഡ് തന്നെയാണ്. ക്യാറ്റ് സ്പേസ് ആ ഫയലിൻ്റെ പേര്. വാട്ട്സ് ദ നെയിം ഓഫ് ദ ഫയൽ? സ്റ്റുഡൻറ്റ്. അതേ വന്നത് കണ്ടോ? അതായത് ആ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി ഞാൻ പറഞ്ഞു ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ S4ൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും ക്യാറ്റ് എന്ന് കൊടുത്തിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്താണ്, ടീച്ചർ എൻ്റർ ചെയ്തു. വെയിറ്റിംഗ് ഫോർ ദ ഇൻപുട്ട്. അപ്പം നെയിം കൊടുത്തു, സബ്ജക്റ്റും കൊടുത്തു. ഓക്കെ, ഇനി എന്താണ്? എൻ്റർ ചെയ്തു, Ctrl+D. അപ്പോൾ സേവ് ആയി. ഇനി എനിക്ക് അതിൻ്റെ അകത്തുള്ള ഞാൻ സപ്പോസ് ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഐ വോണ്ട് ടു വ്യൂ ദ കണ്ടൻറ്റ് ഓഫ് ഫയൽ ടീച്ചർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ക്യാറ്റ് സ്പേസ് ടീച്ചർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? നെയിം, സബ്ജക്റ്റ്. ഐ നീഡ് ടു നോ ദ കണ്ടൻറ്റ് ഓഫ് ദ ഫയൽ സ്റ്റുഡൻറ്റ്. നോക്കാം, അതിന് വേണ്ടി ക്യാറ്റ് സ്റ്റുഡൻറ്റ്. നോക്കിക്കേ, ഇതെന്താ അങ്ങനെ വന്നത്? നമുക്ക് നോക്കി, സ്റ്റുഡൻ്റ് എന്നല്ലേ പേര്, അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയറക്ടറി ഇല്ല എന്ന് പറയുന്നു? കൺഫ്യൂഷൻ ആയി അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓ, അപ്പോൾ മനസ്സിലായി. സ്റ്റുഡൻറ്റിൻ്റെ എസ് ക്യാപിറ്റലാണ്, സ്മോൾ ലെറ്റർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ അതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? ക്യാറ്റ് സ്പേസ് ക്യാപിറ്റൽ STUDENT. ഇപ്പോൾ എന്ത് വന്നു? അതിൻ്റെ കണ്ടൻറ്റ്, ആ ഒരു ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഓക്കെ, അപ്പം ഇതാണ് ക്യാറ്റ് കമാൻഡ് യൂസേജ്. ഇനി എനിക്ക് ഇപ്പോൾ ക്യാറ്റ് കമാൻഡ് രണ്ട് രീതിയിൽ പഠിച്ചു. ക്യാറ്റ് കമാൻഡ് നമ്മൾ ആഡ് ചെയ്യാനും പഠിച്ചു, അതിനെ ഡിസ്പ്ലേ ചെയ്യാനും പഠിച്ചു. ഇനി വേറൊരു ഇതെന്ന് പറയുന്നത് ക്യാറ്റ് ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ സ്റ്റുഡൻറ്റ് കൊടുത്തിട്ട് എനിക്ക് വീണ്ടും ടീച്ചറിൻ്റെ അകത്ത് കുറച്ച് കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യണം. ടീച്ചറിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ടീച്ചറിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? നെയിം. ടീച്ചറിൻ്റെ കണ്ടൻറ്റ് അകത്ത് നെയിമും സബ്ജക്റ്റും മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ അകത്ത് ഡെസിഗ്നേഷനും കൂടെ വേണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വേണം. അപ്പം ഞാൻ അപ്പം എനിക്ക് എന്താണ് വേണ്ടത് അത് ഞാനിവിടെ കൊടുത്തു. ഡിപ്പാർട്ട്മെൻറ്റ് എന്നും കൂടെ കൊടുത്തു. ഇതും കൂടെ മതി എനിക്ക്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റർ കീ അടിച്ചിട്ട് Ctrl+D അടിക്കണം. അപ്പോൾ നമുക്ക് ടീച്ചർ എന്ന് പറയുന്ന
ഫയലിൻ്റെ അകത്ത് ഇതും കൂടെ അപ്പൻഡ് ചെയ്ത് വന്നോ എന്ന് നോക്കാമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വിട്ടുപോയി. നിങ്ങളുടെ കീബോർഡിൽ ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുമ്പം, ഡൗൺ ആരോ അപ്പ് ആരോ കീയും പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ടൈപ്പ് ചെയ്ത കമാൻഡ്സ് വരും. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അപ്പ് ആരോ ഡൗൺ ആരോ കീ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പം ഞാൻ സ്റ്റുഡൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വന്നു എന്നുള്ളത് നോക്കാം. അപ്പം ഇവിടെ വന്നു, കണ്ടോ, നെയിം വന്നു, സബ്ജക്റ്റ് വന്നു, അതിൻ്റെ കൂടെ എന്താ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ വന്നു. സോ കാറ്റ് കമാൻഡ് 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, ദെൻ ഒരു ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ, ദെൻ ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിനെ അപ്പൻഡ് ചെയ്യാൻ. ഇനി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ സി ഡി കമാൻഡ് കണ്ടു. ഓക്കെ, സി ഡി കമാൻഡ് കണ്ടു, ദെൻ ക്യാറ്റ് കമാൻഡ് കണ്ടു, ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് കമാൻഡ്, ദാറ്റ് ഇസ് സി പി. സി പി എന്താണെന്ന് നോക്കാം. സി പി എന്ന് പറഞ്ഞാൽ കോപ്പി ഫയൽസ് ആൻഡ് ഡയറക്ടറീസ്. ഒരു ഫയലിൽ നിന്നുള്ള കണ്ടൻറ്റ് മറ്റു ഫയലിലോട്ട് കോപ്പി ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ S4 എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് 2 ഫയൽസ് ഉണ്ടല്ലേ, അതിന് ലിസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റുഡൻറ്റും ടീച്ചറും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കമാൻഡ് ഞാൻ പറഞ്ഞു കോപ്പി ചെയ്യാനായിട്ട്. ഇപ്പം എനിക്ക് കോപ്പി ചെയ്യാനുള്ള കമാൻഡ് സി പി എന്നാണ്. ഇപ്പം ഞാൻ സി പി സ്റ്റുഡൻറ്റ് ഇപ്പം സപ്പോസ് ഞാനിപ്പം കോപ്പി ചെയ്യാണ് സി പി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഫയലിനെ, സ്റ്റുഡൻറ്റ് എന്ന ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിനെ ഞാൻ ടീച്ചർ എന്ന ഫയലിൻ്റെ അകത്തോട്ട് മാറ്റുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സി പി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സോഴ്സും ടീച്ചർ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ. ഇപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ വ്യൂ ചെയ്ത് നോക്കാം. എന്തുണ്ട്, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ഉണ്ട്. ഇനി ടീച്ചർ എന്ന് പറഞ്ഞ ഫയൽ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് എന്ത് വന്നു? നമുക്ക് നോർമലി ടീച്ചർ എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്ത് എന്താണ് ഉണ്ടായിരുന്നത്? നമ്മളുടെ നെയിമും സബ്ജക്റ്റും ഡിപ്പാർട്ട്മെൻറ്റും. അതിവിടെ കണ്ട് ഓവർ റൈറ്റ് ആയിപ്പോയി. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഫയലിലുള്ള കണ്ടൻറ്റ് ടീച്ചർ പറഞ്ഞ കണ്ടൻറ്റിലോട്ട് ഓവർ റൈറ്റ് ആയി, മീൻസ് കോപ്പി ആയിപ്പോയി. കോപ്പി എന്ന് ജസ്റ്റ് നമ്മൾ സി പി കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിനെ റീപ്ലേസ് ചെയ്യുക, ഉള്ളതിനെ ഡിലീറ്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക. ആഡ് ചെയ്യാന്നല്ല, ഉള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക, ഉള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ കണ്ടൻറ്റ് ആഡ് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക, സ്റ്റുഡൻറ്റിനകത്തുള്ള ഫയലിലുള്ള കണ്ടൻറ്റ് ഏതാണ്, ടീച്ചർ എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്തോട്ട് കോപ്പി ചെയ്തു. സോ വാട്ട്സ് ദ യൂസ് ഓഫ് സി പി? കോപ്പി ഫ്രം ദ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇവിടെയാണ് സോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റിൽ നിന്നുള്ള കണ്ടൻറ്റ് ഏത് ഡെസ്റ്റിനേഷനിലോട്ട് മാറ്റി, ടീച്ചർ എന്ന് പറഞ്ഞ കണ്ടൻറ്റിലോട്ട് മാറ്റി, സോഴ്സും ഡെസ്റ്റിനേഷൻ. ഓക്കെ, അതാണ് സി പി കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കണ്ടു, സി പി കമാൻഡ്. നെക്സ്റ്റ് ഇസ് എം വി കമാൻഡ്. എം വി കമാൻഡ് എന്ന് പറയുമ്പോൾ റീനെയിം ചെയ്യാനാണ്. റീനെയിം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എനിക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഫയലിന് ഒന്ന് പേര് മാറ്റി കൊടുക്കണം, റീനെയിം ചെയ്യണം. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ പേര് ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇപ്പം S4ൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സ്റ്റുഡൻറ്റും ടീച്ചറും. ഞാൻ അതിനെ സ്റ്റുഡൻറ്റ് 1 എന്നാക്കാൻ പോകുന്നു. പേര് സ്റ്റുഡൻറ്റ് എന്ന ഫയലിൻ്റെ പേരിനെ ഞാനൊന്ന് റീനെയിം ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എം വി സ്റ്റുഡൻറ്റ് അതിനെ മാറ്റിയിട്ട് ഞാൻ സ്റ്റുഡൻറ്റ് ന്യൂ എന്ന് കൊടുത്തു. സ്റ്റുഡൻറ്റ് ന്യൂ എന്ന പേരാക്കി.
അപ്പോൾ നമുക്ക് ആ പേര് അങ്ങനെ ചേഞ്ച് ആയോ ഇല്ലേന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ട്, പക്ഷെ ചേഞ്ച് ആയോ ഇല്ലേന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു പേരുണ്ടോ? ഇവിടെ ഇല്ല. അതിന് മുന്നേ എന്തായിരുന്നു? സ്റ്റുഡൻ്റ് എന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പേര് എന്ത് മാറ്റി? സ്റ്റുഡൻറ്റ് ന്യൂ എന്ന് മാറ്റി. സോ ഇപ്പോൾ എന്താണ് അതിൻ്റെ പേര്? സ്റ്റുഡൻറ്റ് ന്യൂ. സോ വാട്ട് ഈസ് എ യൂസേജ് ഓഫ് mv കമാൻഡ്? റീനെയിം ചെയ്യാൻ, ഒരു ഫയലിനെ റീനെയിം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇനി സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു ഫയലിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ വരുമോ ഇല്ലേ? അങ്ങനെ ഒരു ഫയൽ ഇല്ല. അപ്പോൾ ആ ഫയലിൻ്റെ പേര് പുതിയ ഫയലല്ലേ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? സ്റ്റുഡൻറ്റ് ന്യൂ ഒന്ന് കൊടുക്കണം. സോ ക്യാറ്റ് സ്റ്റുഡൻറ്റ് ന്യൂ എന്ന് പറഞ്ഞ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ആ സ്റ്റുഡൻറ്റിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് തന്നെയാണ്, പക്ഷെ എൻ്റെ പേര് മാത്രം എന്ത് ചെയ്തു? റീനെയിം ചെയ്തു. ഓക്കെ, സോ വാട്ട് ഈസ് എ യൂസേജ് ഓഫ് ദിസ് കമാൻഡ്? mv command. What's the usage of this mv command? Move files or directory can also be used to rename the files or directory. Okay, ഇനി നമുക്ക് രണ്ട് കമാൻഡ്സും കൂടെ ഉള്ളൂ. ദാറ്റ് ഈസ് rmdir ആൻഡ് rm. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? മേക്ക് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? mkdir. അതേപോലെ റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? ഒരു ഫോൾഡർ റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? rmdir. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുവാണേ. ഞാനെല്ലാം ക്ലിയർ ചെയ്തു. ഇനി എനിക്ക് S4 എന്ന ഫോൾഡർ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. S4 എന്ന ഫോൾഡർ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ S4ൻ്റെ അകത്ത് സ്റ്റുഡൻറ്റ് ന്യൂ എന്ന ഫോൾഡർ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ S4ൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ന്യൂവും ടീച്ചറും ഉണ്ട്. ഈ സ്റ്റുഡൻറ്റ് ന്യൂവിന് എനിക്കിനി വേണ്ട, കാരണം ടീച്ചറിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് അല്ലേ? ടീച്ചറിൻ്റെ അകത്ത് കോപ്പി ചെയ്ത കണ്ടൻറ്റാണ്, ശരിയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ അകത്ത് നെയിം, റോൾ നമ്പർ, റാങ്ക് ഉണ്ട്. എനിക്ക് സ്റ്റുഡൻറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഫയൽ വേണ്ട, റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഫയൽ റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് rm, ഡയറക്ടറി റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് rmdir. ഓക്കെ, ഫയൽ റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് rm, ഫയലിൻ്റെ പേര് സ്റ്റുഡൻറ്റ് ന്യൂ. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റുഡൻറ്റ് ന്യൂ. ഇവിടെ S4ൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റുഡൻറ്റ് ന്യൂ ടീച്ചറുണ്ട്. ഇവിടെ ഞാനത് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ അകത്തുണ്ടോ ഇല്ലേന്ന്. അതിൻ്റെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് കൊടുക്കും? ls. നോക്കിക്കേ, ടീച്ചർ മാത്രമേ ഉള്ളൂ. ടീച്ചർ എന്ന് പറഞ്ഞ ഫയൽ മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻറ്റ് ന്യൂവും ടീച്ചർ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ സ്റ്റുഡൻറ്റ് ന്യൂവിനെ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ അത് ഏത് മാത്രമേ ഉള്ളൂ? ഏത് ഫയൽ മാത്രമേ ഉള്ളൂ? ടീച്ചർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് rm കമാൻഡ് യൂസ് ചെയ്യുന്നത്. rm കമാൻഡ് ഇറ്റ് റിമൂവ്സ് എ ഫയൽ. സോ rmd എന്താണ്? അപ്പം ഒരു ഫോൾഡർ റിമൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ S4ൻ്റെ അകത്ത് ഇനി ഫോൾഡറൊന്നുമില്ല, ആകെ ഒരു ഫയൽ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ S4 എന്ന ഫോൾഡറെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. S4 എന്ന ഫോൾഡറെ ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നോക്കി rmdir S4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫെയിൽഡ് ടു റിമൂവ് S4 എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഫോൾഡറിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഫോൾഡറിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫയൽസിനെ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കയറി നിന്നുകൊണ്ട് ആ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോൾഡറിൽ നിന്നും തിരിച്ചിറങ്ങണം. ഓക്കെ, ഈ ഫോൾഡറിൽ നിന്നും തിരിച്ച് ഇറങ്ങണം. അപ്പം ഇവിടെ ഡയറക്ടറി റിമൂവ് ചെയ്യണം. അപ്പോൾ ഡയറക്ടറി എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഡയറക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങണം. ഒരു ഡയറക്ടറിയിലോട്ട് കയറണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തത്? CD, ചേഞ്ച് ടു ഡയറക്ടറി. CD ആ ഡയറക്ടറിയുടെ പേര്. എനിക്ക് ഈ ഡയറക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ എൻ്റെ പാത്ത് എന്താണ്? ഹോം ഡയറക്ടറി. തിരിച്ച് തൊട്ട് പുറകിലുള്ള ഹോം ഡയറക്ടറിയിലോട്ട് എത്തണം. അപ്പം നിങ്ങൾ നോർമലി വിൻഡോസിലാണ് എന്ത് ചെയ്യും? ആ ലെഫ്റ്റ് മുകളിലുള്ള ബ്രൗസറിൻ്റെ ആ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് മുന്നേ ഉള്ള പേജിലോട്ട് പോകും. ഇവിടെ അതേപോലെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് CD തന്നെയാണ്. CD \. ഓക്കെ, CD \/ അടിക്കുക. സോ CD \/ അടിച്ചപ്പോൾ എവിടെ നിന്നാണ്?
ഹോം ഡയറക്ടറിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹോം ഡയറക്ടറിയിലോട്ട് കയറണം. കാരണം ഹോം ഡയറക്ടറിക്കകത്താണ് എന്തിരിക്കുന്നത്? S4 ഇരിക്കുന്നത്. ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കട്ടോ. കാരണം ഹോം ഡയറക്ടറിക്കകത്ത് നമ്മുടെ S4 ഫോൾഡർ ഉണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ഈ ഫോൾഡറിനെ ഹോം ഡയറക്ടറിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യുന്നു. S4നെ ഡിലീറ്റ് ചെയ്യുന്നു. ഫെയിൽഡ് ടു റിമൂവ് എന്ന് പറയുന്നു. ഇവിടെ പറയുന്നുണ്ട് ഡയറക്ടറി നോട്ട് എംപ്റ്റി. കാരണം ഡയറക്ടറി എംപ്റ്റി അല്ല. ആ ഡയറക്ടറിക്കകത്ത് ഒരു ഫയലുണ്ട്, ടീച്ചർ എന്ന് പറയുന്ന ഫയലുണ്ട്. അത് എംപ്റ്റി ആണെങ്കിൽ മാത്രമേ എനിക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ? വീണ്ടും CD-ക്കകത്ത് കയറിയിട്ട് മീൻസ് അല്ല ആ ഫോൾഡറിൻ്റെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യണം? ഈ ഫയലിനെ റിമൂവ് ചെയ്യണം. ഫയൽ ഏതാണ്? ടീച്ചർ എന്ന ഫയൽ റിമൂവ് ചെയ്യുക. ഇനി S4ൻ്റെ അകത്ത് എന്തെങ്കിലും ഫയലുണ്ടോ? ഇല്ല, ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. ഇനി എനിക്ക് എന്ത് ചെയ്യാം? S4 എന്ന് പറഞ്ഞ ഫയൽ റിമൂവ് ചെയ്യാൻ പറ്റുമോ? വീണ്ടും പറയുന്നു, S4ൻ്റെ അകത്ത് നിന്നിട്ട് S4ൻ്റെ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് തിരിച്ചു ഹോം ഡയറക്ടറിയിലോട്ട് എന്നുവെച്ചാൽ തൊട്ട് മുന്നേ ഉള്ള ഫയലിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് CD സ്പേസ് ഡോട്ട് എന്ന് കൊടുക്കാം. CD സ്പേസ് ഡോട്ട്. നിങ്ങൾ നേരത്തെ ഇവിടെ CD / കൊടുത്തപ്പം നേരെ എന്താണ് റൂട്ടിലോട്ട് എത്തി. നമുക്ക് റൂട്ടിലോട്ട് എത്തേണ്ട, തൊട്ട് മുന്നേ ഉള്ള ഡയറക്ടറിയിലോട്ട് എത്തിയാൽ മതി. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? CD ഡോട്ട്. ഇനി ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്നത്? ഹോം ഡയറക്ടറി. അതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ അകത്തുണ്ടോ? S4 ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാം? ആ ഫോൾഡറിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. സോ RMDIR S4 ഡിലീറ്റ് ആയോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്യാമോ? ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. main.bash മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് main.bash മാത്രമേ ഉള്ളൂ. ആ പറയുന്ന S4 ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വേരിയസ് ലിനക്സ് കമാൻഡ്സ്. കാരണം ഈ ഒരു ലിനക്സ് കമാൻഡ്സ് ഒക്കെ ഒന്ന് ഫെമിലിയറൈസ് ആയാലേ നമുക്ക് ഈ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും യു നീഡ് ടു നോ ഇത് എന്താ ചെയ്യാം, ഒരു ഫോൾഡർ അതിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ എന്താണ് ഈ കമാൻഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഇപ്പോൾ ഉള്ള പ്രോഗ്രാം ഡെവലപ്പേഴ്സും എന്താണ് ഈ യുണിക്സ് കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ സിമ്പിളാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ടെർമിനലിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഫോൾഡറിൻ്റെ അകത്തുള്ള ഫയൽസ് എല്ലാം എനിക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളാണെങ്കിൽ നോർമലി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഒരു ഫോൾഡർ യൂസ് ചെയ്യാണ്. സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫോൾഡറിൻ്റെ അകത്ത് ഇന്ന ഫയലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ഫോൾഡറുണ്ട്. ആ ഫോൾഡറിൻ്റെ അകത്ത് ഇന്ന ഫയലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണോ, അതിൻ്റെ പേര് നോക്കണം, അതാണോ ഇതാണോ, എനിക്കിങ്ങനെ ചെക്ക് ചെയ്ത് പോകണം. ഇതിപ്പം കുറച്ച് ഫയൽസേ ഉള്ളൂ. ഒരു എന്താണ് സംതിങ് ഒരു 20 above ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ കേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫൈൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്ത് ആ ഫയലിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫയൽ ഇവിടെ ടെർമിനലിൽ ഓപ്പൺ ചെയ്ത് വരും അല്ലേ? ഫയൽ ഉണ്ടെന്നുള്ളത് ഇൻറ്റിമേഷൻ അവിടെ വരും. ഇനി ആ ഫയലിൻ്റെ കണ്ടൻറ്റ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യെസ്, ക്യാറ്റ് യൂസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഹലോ എന്ന് പറഞ്ഞൊരു ഫയൽ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഫൈൻഡ് ഹലോ കൊടുത്താൽ മതി. അപ്പോൾ ഹലോ ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് വ്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യാറ്റ് ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് ഇപ്പോഴും ചില ഡെവലപ്പേഴ്സ് ഈ യുണിക്സ് കമാൻഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ടെർമിനലിൽ യുണിക്സ് കമാൻഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എക്സ്പെരിമെൻറ്റ് 1 ലിനക്സ് കമാൻഡ്സ് ആണ്. അപ്പം വേരിയസ് ലിനക്സ് കമാൻഡ്സിനെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് നോക്കാം. ദാറ്റ് ഈസ് ഷെൽ പ്രോഗ്രാമിംഗ്. Okay, thank you.